2025 ബജറ്റ് ചേർത്ത് പിടിച്ച ഗ്യാൻ മന്ത്ര. അതെ, നിർമ്മല സീതാരാമന്റെ ബജറ്റ് 2025 ഗ്യാൻ മന്ത്ര. എന്താണ് ഗ്യാൻ? 2025-26 ഈ ബജറ്റ് മന്ത്ര ഗ്യാൻ ഗരീബ്, യുവ, അന്നദാത, നാരി, അതായത് ദരിദ്രർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്ന വിഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ബജറ്റിലെ വിവിധ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലെ ഈ 4 വിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നു എന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. ഇന്ന് 2025 ഫെബ്രുവരി 1, രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന ദിനം. കേന്ദ്ര ബജറ്റ് സമ്പദ് വ്യവസ്ഥയിലെ മാന്ദ്യത്തിന്റെയും ഇടത്തരക്കാർക്കുള്ള നികുതി വെട്ടിക്കുറവിന്റെയും പശ്ചാത്തലത്തിൽ വരുന്ന തുടർച്ചയായ 8ാം ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി വിവിധ കാലങ്ങളിലായി അവതരിപ്പിച്ച 10 ബജറ്റുകളുടെ റെക്കോർഡിലേക്ക് നിർമ്മല സീതാരാമനെ അടുപ്പിച്ച 8ാമത്തെ ബജറ്റ്. 1959 മുതൽ 1964 വരെ ധനമന്ത്രിയായിരിക്കെ 6 ബജറ്റുകളും 1967 മുതൽ 69 വരെ 4 ബജറ്റുകളും ദേശായി അവതരിപ്പിച്ചിട്ടുണ്ട്. 2025-26 കേന്ദ്ര ബജറ്റ് ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, അതായത് ഗരീബ്, യുവ, അന്നദാത ഓർ നാരി എന്നീ പ്രധാന മേഖലകൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഊന്നി പറഞ്ഞു. 2025 യൂണിയൻ ബജറ്റ് ഗ്യാൻ മന്ത്രയിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കാം. ആദ്യ വിഭാഗം ഗരീബ്. ഗരീബിനായി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗ്രാമീണ സമൃദ്ധിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശിച്ചു. ഇത് നൈപുണ്യവും നിക്ഷേപവും സാങ്കേതിക വിദ്യയും വഴി കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കും. ഗ്രാമീണ സ്ത്രീകൾ, യുവ കർഷകർ, ഗ്രാമീണ യുവാക്കൾ, നാമമാത്ര ചെറുകിട കർഷകർ, ഭൂരഹിത കുടുംബങ്ങൾ എന്നിവയിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. COVID-19 പാൻഡമിക് ബാധിച്ച വഴിയോര കച്ചവടക്കാരെ സഹായിക്കുന്നതിനായി 2020 ആരംഭിച്ച PM സ്വാനിധി വായ്പാ പദ്ധതിയുടെ നവീകരണവും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഇതുവരെ 68 ലക്ഷം വെണ്ടർമാരെ സഹായിച്ച പദ്ധതിയിൽ ബാങ്ക് വായ്പകൾ, UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ, കപ്പാസിറ്റി ബിൽഡിംഗ് സപ്പോർട്ട് എന്നിവയുണ്ടാകും. നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ 2019 ആരംഭിച്ച JJM, അതായത് ജൽ ജീവൻ മിഷന്റെ 2028 വരെയുള്ള വിപുലീകരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിശീർഷ പ്രതിദിനം 55 ലിറ്റർ കുടിവെള്ളം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ഘട്ടം 1 സൃഷ്ടിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രവർത്തനങ്ങളിലും പരിപാലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. JJMന്റെ കീഴിൽ പലയിടത്തും പൈപ്പ് ലൈനുകൾ ഇട്ടെങ്കിലും കുടിവെള്ളം ലഭ്യമല്ലെന്നാണ് വീട്ടുകാരുടെയൊക്കെ പരാതി. ഇതിലൊക്കെയും ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിജയകരമായ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി രൂപ വരെ ടേം ലോൺ നൽകുന്ന പുതിയ പദ്ധതിയും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് യുവ. ധനമന്ത്രി തന്റെ ബജറ്റിൽ യുവാക്കൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ അവബോധം മെച്ചപ്പെടുത്തുന്നതിന് സ്വന്തം ഭാഷയിൽ ഡിജിറ്റൽ പുസ്തകങ്ങൾ നൽകുന്ന ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകിക്കൊണ്ട് ഗ്രാമീണ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട്. കൂടാതെ ആഗോള വൈദഗ്ധ്യവും പങ്കാളിത്തവും പ്രയോജനപ്പെടുത്തി 5 നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് സ്ഥാപിക്കും. 5 IIT-കളിൽ സർക്കാർ അധിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ ആശുപത്രികളിലും മെഡിക്കൽ സ്ഥാപനങ്ങളിലും ഏകദേശം 10,000 മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർക്കും. യുവമനസ്സുകളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ മൊത്തം 50,000 അടങ്കൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ കച്ചവട സ്ഥാപന തൊഴിലാളികളെ സഹായിക്കുന്നതിന് സർക്കാർ തിരിച്ചറിയൽ കാർഡുകളും ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷനും ക്രമീകരിക്കും. നഗരങ്ങളിലെ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ നൽകുമെന്നും ഈ നടപടി ഏകദേശം 1 കോടി തൊഴിലാളികളെ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്തത് അന്നദാത. കർഷകരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർമ്മല സീതാരാമൻ ബജറ്റിൽ ചില നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്നാമതായി കാർഷിക മേഖലയ്ക്കായി ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ധന്യകൃഷി യോജന അഥവാ PMDDKY. ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ 100 ജില്ലകളിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കും. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമിന്റെ മാതൃകയിലായിരിക്കും ഈ ഒരു പദ്ധതി. 112 ജില്ലകളിലായി ADP നടപ്പിലാക്കുക. കാർഷിക ജില്ലകളിൽ ഉടനീളം PMDDKY നടപ്പാക്കും. 1.7 കോടി കർഷകർക്ക് പ്രയോജനപ്പെടാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
ഇതുകൂടാതെ തുർദാൽ, ഉരദ് ദാൽ, മസൂർ എന്നീ പയറുവർഗ്ഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാർ 6 വർഷത്തെ ആത്മനിർഭരത പരിപാടി ആരംഭിക്കും. ഈ പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ മഖാന എന്ന് പറയുന്ന ഫോക്സ് നട്ട്സിന്റെ കൃഷിയും വിപണനവും വർദ്ധിപ്പിക്കുന്നതിനായി ബീഹാറിന് പുതിയ മഖാന ബോർഡ് ലഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. പ്രത്യേക സാമ്പത്തിക മേഖലകളിലും അതുപോലെ മത്സ്യബന്ധന മേഖലയുടെ വിളവെടുപ്പ് സുസ്ഥിരമാക്കുന്നതിനുമുള്ള ചട്ടക്കൂട് സർക്കാർ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പരുത്തി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള 5 വർഷത്തെ പദ്ധതിയും പ്രഖ്യാപിച്ചു. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപാദനം, ആദായകരമായ വിലകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയും. യൂറിയ ഉൽപാദനത്തിനായി സർക്കാർ അസമിൽ 12.7 ലക്ഷം ടൺ ശേഷിയുള്ള പ്ലാന്റും സ്ഥാപിക്കും. 7.7 കോടി കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീര കർഷകർ എന്നിവർക്ക് ഹ്രസ്വകാല വായ്പകൾ നൽകുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ അഥവാ KCC തുടരുമെന്ന് ധനമന്ത്രി വെളിപ്പെടുത്തി. കൂടാതെ കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിച്ചുകൊണ്ട് KCC വായ്പകൾക്ക് വായ്പാ പരിധി 3000 രൂപയിൽ നിന്ന് 5000 രൂപയായി ഉയർത്തും. കർഷകരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ബീഹാറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺട്രപ്രീനർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്നിവയുടെ വികസനം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഊന്നി പറയുന്നു. അടുത്തതായി നാരി, സ്ത്രീകൾക്കുള്ള പദ്ധതികൾ. 2025-26 കേന്ദ്ര ബജറ്റും രാജ്യത്തെ സ്ത്രീകൾക്ക് കാര്യമായ ഊന്നൽ നൽകുന്നുണ്ട്. ഇതിനായി ആദ്യമായി വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കുമെന്നും ഇതിൽ 200 എണ്ണം 2025-26 സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 8 കോടി കുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം നൽകുന്നതിനായി സക്ഷം അങ്കണവാടിയും പോഷൻ 2.0 പരിപാടിയും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി, ബീഹാർ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബജറ്റ് എന്ന് വിമർശകർ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഇടത്തരക്കാരെയും താഴെത്തട്ടിലുള്ളവരെയും സമ്മർദ്ദത്തിലാക്കാതെ, നികുതി ഭാരം ചുമത്താതെ ചേർത്ത് നിർത്തുന്നതാണ് ബജറ്റ് എന്ന് അനുകൂലികളും വാദിക്കുന്നു.